എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇതിനകത്ത് ഈ മഹസർ തയ്യാറാക്കിയപ്പോൾ 98-ൽ പൂശിയ അല്ലെങ്കിൽ സ്വർണം പൂശിയ സാധനം എങ്ങനെ ചെമ്പ് തകിടന്ന് വന്നു? അതിൻ്റെ കീഴിൽ എന്തിന് ഇദ്ദേഹം ഒപ്പിട്ടു? വായിക്കാൻ അറിയത്തില്ല. ഇദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ മോഹൻലാൽ സർക്കാർ വാട്ടർ അതോറിറ്റി ജോലി ചെയ്തതാ, പെൻഷൻ കിട്ടിയതാ. അപ്പം അത് കുഴപ്പമൊന്നുമില്ല. അപ്പം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. രണ്ടുപേർക്കും വിദ്യാഭ്യാസം ആവതിനപ്പുറം ഉണ്ട്, ലോകം ഓരോ ഉണ്ട്. അവിടെ ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടെന്ന് പറയും. എന്നാൽ തന്ത്രി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണ്ടേ? ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ള അമ്പലമാണല്ലോ, അല്ലെങ്കിൽ അതിന് ആളുണ്ടല്ലോ. അവരൊക്കെ ഇത് അറിഞ്ഞായിരുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഈ സത്യസന്ധനായിട്ടുള്ള തന്ത്രി അവിടെ ചെന്ന് ഇന്നതുപോലൊരു വിഷയം ഉണ്ടെന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാമല്ലോ. പറഞ്ഞില്ല. അയ്യപ്പൻ പറഞ്ഞു, ഒളിച്ചു കടത്താൻ അയ്യപ്പൻ പറഞ്ഞത്. അതായി അയ്യപ്പന് ഒരു ചെറിയ കള്ളത്തരമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ബാക്കിയുള്ളവരെയൊക്കെ ചോദിച്ചു, ഉണ്ണിയണ്ണ പറ്റിയെടുത്ത് ചോദിച്ചിട്ടുണ്ട്, മൂരിബാബുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ അടുത്തെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഏറ്റവും അവസാനം കയറിയിരിക്കുന്ന പാപ്പനാണെങ്കിൽ തന്ത്രിയേയും പൂട്ടും മന്ത്രിയേയും പൂട്ടും എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്, മനസ്സിലാകുന്നുണ്ട്. അപ്പം അതനുസരിച്ച് ചോദ്യം ചെയ്തതിനകത്ത് അവർക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ തന്ത്രി എന്ന് പറയുന്ന സാധനത്തിനെ അവസാനം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചോദ്യം ചെയ്തിട്ട് ഇതിനകത്ത് ഇയാൾ എന്തോ ഉണ്ട്, ഇയാളുടെ ഇൻവോൾവ്മെന്റ് എന്തോ ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചോദിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ആമയെ ചുട്ടാ മലത്തിയിട്ട് ചുടണം, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. ഇതാ പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സാധാരണക്കാരന് മനസ്സിലാവും. ജയിലിലെ തന്ത്രിക്ക് പ്രത്യേക പരിഗണന കൊടുക്കും, ഈ പപ്പനും വാസുവിനും ഒക്കെ കൊടുത്തതുപോലെ. അല്ല, ജയിലിൽ ആർക്കും പ്രത്യേക പരിഗണനയൊന്നും ഇല്ലല്ലോ. പിന്നെ ചില ആൾക്കാർക്ക് ഇദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് ഒരു കട്ടിൽ കൊടുത്തു, അല്ലെങ്കിൽ നേരത്തെ ജുഡീഷ്യറിയിലൊക്കെ ഇരുന്ന് പോസ്റ്റ് വെച്ചിട്ട് ചിലപ്പോൾ ചില ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നവരൊക്കെ അല്ലെങ്കിൽ ഈ നമ്മുടെ ജഡ്ജിമാരോ അല്ലെങ്കിൽ പരിചയക്കാരോ മറ്റൊരു മറിച്ചവരോ ഒക്കെ കാണും. അപ്പോൾ അതനുസരിച്ച് ഒരു കട്ടിൽ വാഗ്ദാനം ചെയ്തു എന്നുള്ളതില്ല. തന്ത്രിക്ക് ഇനി എവിടെയൊക്കെ ഇത് കാണും, ഇനി അതിനകത്ത് ഗണപതി ഹോമം നടത്താനുള്ള സംവിധാനം കൊടുക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല.